എത്ര രൂപയുടെ തുണിയാണെന്നറിയോ ഇങ്ങനെ ഒരു ഗുണവും ഇല്ലാണ്ടായിപ്പോയത്. ചോദിച്ചത് ഇതും ചെയ്തു വെച്ചിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? അത് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ. ഈ കാണുന്ന ഉടുപ്പാണ് കേട്ടോ ചെയ്ത് കിട്ടിയത്. ഇത് എന്താണ് ഈ വേസ്റ്റിന്റെ അവിടെ നിന്ന് എന്താ ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എല്ലാം കൂടെ ഒന്ന് ചുരുക്കി കൂട്ടി എടുത്ത് അവിടെ ഒരു സ്റ്റിച്ചൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നെക്കിന്റെ പോർഷനൊക്കെ നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുമായിരിക്കും ചോദിച്ച പാറ്റേണും ചെയ്തിരിക്കുന്ന പാറ്റേണും തമ്മിലുള്ള വ്യത്യാസം എന്നാണ്. അപ്പം ആ കുട്ടിക്ക് ഒത്തിരി വിഷമമായി. എന്നിട്ട് അത് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് കേട്ടോ നമ്മുടെ അടുത്ത് വന്നത്. അപ്പം ഈ ഡ്രസ്സ് എന്തായാലും നമുക്ക് ഉടനെ റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റില്ല, ഇനി കുറച്ച് സമയം വേണം. അതുകൊണ്ട് ആൾ വേറൊരു മെറ്റീരിയൽ എടുത്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ആ ഡ്രസ്സ് നമുക്ക് പിന്നീട് കൺവേർട്ട് ചെയ്തെടുക്കാം കേട്ടോ. അത് നമുക്ക് അങ്ങനെ വെറുതെ കളയാൻ പറ്റില്ലല്ലോ. എന്തായാലും അത്രയും വില കൊടുത്തെടുത്തൊരു സാധനമാണ്. അപ്പം അത് എന്തെങ്കിലും കൺവേർട്ട് ചെയ്ത് ആ കുട്ടിക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്തെടുക്കണം. അപ്പം ഇപ്പം തൽക്കാലം ആ കുട്ടിക്ക് വേണ്ടിയിട്ട് നമുക്ക് വേറൊരു ഡ്രസ്സാണ് നമ്മൾ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അത് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു ബീഡ് വർക്കൊക്കെ വരുന്ന ഒരു മെറ്റീരിയലാണ് യോക്ക് പോർഷന് വേണ്ടി എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു സാറ്റിൻ ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സാറ്റിനാണ് നമ്മൾ താഴോട്ട് കൊടുക്കുന്നത്. അതേപോലെ തന്നെ മേൾഭാഗത്ത് ലൈനിങ് നമ്മൾ സാറ്റിൻ തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. പിന്നെ ഹെവി ആയിട്ട് വരുന്ന ആ മെറ്റീരിയലിൽ ഒരു നല്ല ബോർഡർ ഉണ്ട് കേട്ടോ. ആ ബോർഡർ ഞാൻ ആദ്യമേ കട്ട് ചെയ്ത് മാറ്റിയേ. കാര്യം എന്താ വെച്ചാൽ അതെവിടെയെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ കട്ടായി പോകണ്ടെന്ന് വിചാരിച്ചതാണ് കേട്ടോ. ഈ കാണുന്ന മണൽത്തരിയാന്ന് വിചാരിക്കരുത്, നമ്മൾ ആ മുത്തുകൾ പൊട്ടിച്ചെടുത്തതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് അത് നമുക്ക് ഫുൾ കാണാം കേട്ടോ. ടാറ്റാ.